Kerala Congress, Communist and Muslim League are playing a dangerous game regarding the Sabrimala temple. Till BJP is there, no one will be able to destroy our faith and culture. सबरीमाला बोलने पर आप पर मुकदमा चलता है, जेल में ठूस दिया जाता है। वहां के कैंडिडेट को 15 दिन तक जेल में बंद किया। कल कोर्ट ने उसको जमानत दी, तब आया वो। ശബരിമലയിലെ വിശ്വാസം സംരക്ഷിക്കുമെന്നും ശബരിമലയിൽ ഉള്ള സങ്കല്പങ്ങളെ നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ നിലനിൽക്കുമെന്നും ഞങ്ങൾക്കെതിരായിട്ടാണ് അതിക്രമങ്ങളും മറ്റു കാര്യങ്ങളും ഈ ഗവൺമെൻറ് നിലപാട് നിരീശ്വരവാദികളാണെന്നും ഉറപ്പിച്ച് ഞാൻ പറയുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. അയ്യന്റെ പേര് പറയാൻ പാടില്ല, അയ്യന്റെ ആചാരത്തെ തകർത്തതിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. ശ്രീമാൻ ടിക്കാറാം മീണ പിണറായി വിജയന്റെ AKG സെന്ററിലെ സെക്രട്ടറിയുടെ പണിയെടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മളൊന്നും സംസാരിക്കാൻ പാടില്ല, സംസാരിച്ചാൽ തൂക്കിലേറ്റുമെന്നാണ് ടിക്കാറാം മീണ പറയുന്നത്. ആ രക്തസാക്ഷിത്വം വഹിക്കാൻ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായ ഞാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം മുന്നോട്ട് പോകുന്നത്. ശബരിമല മുഖ്യ വിഷയമാക്കി പ്രചാരണത്തിന്റെ അവസാന ഘട്ടം മുതലാക്കാമെന്ന വിചാരത്തിലാണ് BJP. കോഴിക്കോട്ട് ശബരിമലയെന്ന് ഉച്ചരിക്കാതെ പ്രധാനമന്ത്രി തമിഴ്നാട്ടിലും മംഗലാപുരത്തും ശബരിമല മുഖ്യ വിഷയമാക്കി. ചങ്കൂറ്റമുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കാൻ ശ്രീധരൻ പിള്ള വെല്ലുവിളിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ചട്ടലംഘനം ഉന്നയിക്കുന്നു. ശോഭാ സുരേന്ദ്രനും വിട്ടുകൊടുത്തില്ല. നാളെ മുതൽ മറ്റു സ്ഥാനാർത്ഥികളും ഇതേ രീതി സ്വീകരിക്കും. ശബരിമല കർമ്മസമിതിയും സമരവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി. എതിർപ്പറിയിച്ച് CPM-ഉം കോൺഗ്രസും നിലപാടെടുത്തു. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത് ഈ സാഹചര്യമാണ്. ശബരിമലയിൽ BJP കൈവിട്ട കളിക്കോ? FB പോളിലൂടെ പ്രേക്ഷകർക്കും അഭിപ്രായം രേഖപ്പെടുത്താം. പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് പ്രമുഖ കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ ശ്രീ PM മനോജ്, BJP നേതാവ് ശ്രീ VV രാജേഷ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ A സജീവൻ എന്നിവരാണ്. ശ്രീ PM മനോജ്, ഇനി പ്രചരണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്, തെരഞ്ഞെടുപ്പ് പ്രചാരണം. നിശ്ചയമായും ശബരിമല വിഷയം ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രചരണ വിഷയമാക്കി മുന്നോട്ട് കൊണ്ടുപോയിരുന്നു BJP-യും അതുപോലെ തന്നെ UDF-ഉം. ഇവിടെ ഇപ്പോൾ കുറച്ചുകൂടി പരസ്യമായി കാര്യങ്ങൾ മാറുകയാണ് എന്നതിൻ്റെ സൂചനയാണോ? പ്രധാനമന്ത്രി തന്നെ ഇന്നലെ കോഴിക്കോട്ട് പോലും ആ പേരുച്ചരിക്കാതെ, ശബരിമല എന്ന് പറയാതെ മറ്റ് രീതികളിലൊക്കെ പറഞ്ഞുവെങ്കിലും ഇന്നിപ്പോൾ മംഗലാപുരത്തും തമിഴ്നാട്ടിലുമൊക്കെ വളരെ സ്പഷ്ടമായി ശബരിമല ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിക്കുന്നു. നേരത്തെ സുരേഷ് ഗോപിയാണ് ഈ മാറ്റത്തിൻ്റെ ഒരു സൂചന പരസ്യമായി നൽകിയത്. ഫ്ലക്സ് ബോർഡുകളുമായി ശബരിമല കർമ്മസമിതി വരുന്നു, ഇന്ന് സമരവുമായി അവർ വരുന്നു, പ്രധാനമന്ത്രി ഈ നിലപാട് സ്വീകരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഈ വിഷയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടം ഏത് നിലയ്ക്ക് മാറുന്നു എന്നാണ് CPM ധരിക്കുന്നത്? ഇന്ന് ന്യൂസ് 18 സംപ്രേഷണം ചെയ്ത ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണയുടെ ഒരു അഭിമുഖമുണ്ട്. ആ അഭിമുഖത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തിനാണ് ശബരിമല വിഷയം പ്രചാരണ വിഷയമായി കൊണ്ടുവരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം എന്നാണ് അദ്ദേഹത്തിൻ്റെ വാചകം. യഥാർത്ഥത്തിൽ അതുതന്നെയാണ് പ്രശ്നം. കഴിഞ്ഞ 5 വർഷത്തെ ഭരണം, ആ ഭരണത്തിനുണ്ടായ നേട്ടങ്ങൾ, അതുപോലെ കോട്ടങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്താൽ BJP-ക്ക് കേരളത്തിൽ നിലം തൊടാനാവില്ല എന്ന് അവർ തന്നെ തിരിച്ചറിയുന്നു. അതിൻ്റെ ഭാഗമായി ശബരിമല വിഷയം പ്രധാനമന്ത്രി മുതൽ, യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെയും നിയമത്തിൻ്റെയും ഒക്കെ കസ്റ്റോഡിയനാണ് പ്രധാനമന്ത്രി. അത് സംരക്ഷിക്കാൻ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ട ആളാണ് പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രി മുതൽ ഇവിടെ പത്തനംതിട്ടയിലുള്ള സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ വരെ, അത് കഴിഞ്ഞ് ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി അവർ അലറി വിളിക്കുകയാണ്, ശബരിമല പറഞ്ഞാൽ, അയ്യനെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്. ഇത് തന്നെയാണ് ഇവരുടെ പ്രശ്നം. ഞങ്ങൾക്ക്, അതായത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ കേരളത്തിൻ്റെ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ആളുകൾക്കോ ശബരിമലയല്ല ഏത് വിഷയം ചർച്ച ചെയ്താലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. കാരണം ചൗക്കീദാർ പ്രേരണാകുമാരി, ഈ കേസ് കൊടുത്ത പ്രേരണാകുമാരി ഇന്ന് BJP-യുടെ ആ സുപ്രീം കോടതിയുടെ ലീഗൽ സെല്ലിൻ്റെ സെക്രട്ടറിയാണ്. അവർ മുതൽ നരേന്ദ്രമോദി വരെ, അവർ മുതൽ ഈ പലവട്ടം അഭിപ്രായം മാറ്റിപ്പറഞ്ഞ ശ്രീധരൻ പിള്ള വരെ, അതുപോലെ RSSൻ്റെ ബൗദ്ധിക ആചാര്യൻ R ഹരി വരെ, രാജഗോപാൽ വരെ ഉള്ള ആളുകൾ പറഞ്ഞ അഭിപ്രായം കേരളത്തിൻ്റെയും ജനങ്ങളുടെയും മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഇത് തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി വിശ്വാസികളെ ഏതെങ്കിലും തരത്തിൽ ഉദ്ദീപിപ്പിച്ച് അല്ലെങ്കിൽ വിശ്വാസികളുടെ വികാരം മുതലെടുത്ത്
ഈ വോട്ടാക്കി മാറ്റാനുള്ള ഒരു ശ്രമം ഇവർ നടത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ BJP നാമജപം എന്ന് നമുക്കൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള ഇമ്പമുള്ള നാമജപത്തെ കൊലവിളിയാക്കി മാറ്റിയവരാണല്ലോ ഇവർ. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ സുരേന്ദ്രൻ്റെ കേസ് എത്രയാണെന്ന് സുരേന്ദ്രന് അറിയില്ല. എന്തിനാ കേസ്? ഈ നാട്ടിൽ മുഴുവൻ അക്രമം ഉണ്ടാക്കിയതിനാണ്, അക്രമത്തിന് ആഹ്വാനം ചെയ്തതിനാണ്. നാമജപം എന്ന് പറഞ്ഞ് ആളുകളുടെ അവിടെ കയറി ചെല്ലുന്ന 50 വയസ്സ് കഴിഞ്ഞ വനിതയുടെ തല മറ്റേ നെയ്ത്തേങ്ങ കൊണ്ട് തല്ലി ഉടക്കാൻ പോയതിന്റെ കേസുകളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അത് ശരിയാണ്. പക്ഷേ സംസ്ഥാനത്ത് പേരിൽ ആ സാഹചര്യങ്ങളെ വിശ്വാസ സംരക്ഷണത്തിനായി വിശ്വാസികൾക്ക് വേണ്ടി നിലകൊണ്ടതുകൊണ്ടുണ്ടായ കേസുകൾ എന്ന നിലയിലാണ് ഈ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ അവരിതിനെ കൊണ്ടുപോകുന്നത്. ഈ യുക്തിസഹമായ വിശദീകരണങ്ങൾ വിശ്വാസത്തിൽ വല്ലാതെ അല്ലെങ്കിൽ വിശ്വാസം ലംഘിക്കപ്പെട്ടു അല്ലെങ്കിൽ എന്ന നിലയിൽ നിൽക്കുന്നവരോട് യുക്തിസഹമായ വിശദീകരണങ്ങൾ ഏൽക്കുമോ? അവിടേക്കാണ് അതിശക്തമായി ശബരിമല വിഷയം കൊണ്ടുവരാൻ BJP അവസാന ദിവസങ്ങളിൽ ശ്രമിക്കുന്നത്. ആ സൂചനകളെ ഗൗരവത്തോടെ കാണുന്നുണ്ടോ? അതിനെ എങ്ങനെ മറികടക്കാനാകുമെന്നൊരു പ്രശ്നം ഇടതുപക്ഷത്തെ സംബന്ധിച്ചുണ്ടോ? ഇടതുപക്ഷത്തിൻ്റെ മുദ്രാവാക്യം വർഗീയത വീഴും ഇത് കേരളമാണെന്നാണ്. ഈ കേരളത്തിൽ ഇന്ന് വരെ ഇതുപോലുള്ള വർഗീയ ശ്രമങ്ങൾക്ക്, വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾക്ക്, അതുപോലെ വർഗീയതയോ മതവികാരമോ ഉദ്ദീപിക്കാനുള്ള ശ്രമങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾ ചെവി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് 1925 രൂപം കൊണ്ട RSS ഇന്ന് വരെ കേരളത്തിൽ, അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ RSSന് ശാഖകളുള്ള താലൂക്ക് തലശ്ശേരിയാണെന്നാണ് പറയുന്നത്. ആ തലശ്ശേരിയിലാണ് ഇവർ ആദ്യം കലാപം ഉണ്ടാക്കിയത്. ആ കലാപമുണ്ടാക്കിയ തലശ്ശേരിയിൽ പോലും RSS നിലം തൊടാതെ നിൽക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായ ബോധമുണ്ട്. അത് മതനിരപേക്ഷതയുടെ ബോധമാണ് എന്നതുകൊണ്ടാണ്. ഞാൻ ആവർത്തിക്കുന്ന ഒരു കാര്യം, ഇവർ ഈ ശബരിമലയായാലും അതുപോലെ 5 വർഷത്തെ മോദി ഭരണമായാലും അതുമായി ബന്ധപ്പെട്ട് നേടിയ നേട്ടങ്ങളെക്കുറിച്ചുള്ള വലിയ വാചകമടിയായാലും ഒക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ ആയാൽ പോലും ഈ BJPക്ക് കഴിഞ്ഞ 5 വർഷത്തിൽ നിന്ന് ഇങ്ങോട്ട് ഒരടി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പറയാൻ ഇവർക്ക് ധൈര്യമുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇപ്പോൾ തലശ്ശേരിയുണ്ട്, അതുപോലെ തലശ്ശേരി അടങ്ങുന്ന വടകര മണ്ഡലമുണ്ട്, കണ്ണൂർ മണ്ഡലമുണ്ട്, അതുപോലെ കൊല്ലം മണ്ഡലമുണ്ട്. ഈ കൊല്ലം, തലശ്ശേരി, വടകര മണ്ഡലങ്ങൾ, കണ്ണൂർ, വടകര മണ്ഡലങ്ങളിൽ കഴിഞ്ഞ 2014 നേടിയതിനേക്കാൾ 1 വോട്ടെങ്കിലും ഇവർക്ക് അധികം നേടാൻ കഴിയുമോ എന്ന വെല്ലുവിളി നമ്മൾ സമൂഹത്തിന് മുന്നിൽ ഉയർത്തേണ്ടതുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു നേട്ടം നേടിയിട്ടുണ്ടെങ്കിലാണല്ലോ ഇവർക്ക് കൂടുതൽ വോട്ട് കിട്ടുക. ഈ വോട്ട് അവർക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം ഈ കേരളത്തിലെ ജനങ്ങൾ ഇവരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇവർ ശബരിമല, ഇവർ രാമക്ഷേത്രവും അതുപോലെ രാമജന്മഭൂമി, ബാബരി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ടാണല്ലോ ഇവർ കുറെ കാലമായി രാഷ്ട്രീയം കളിക്കുന്നത്. ആ രാഷ്ട്രീയം, ഉത്തരേന്ത്യയിലെ ആ രാഷ്ട്രീയം കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം അത് ഈ തെരഞ്ഞെടുപ്പോടെ തകരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. VV രാജേഷ്, ഈ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ശക്തമായ മാറ്റം, അതിന് പ്രധാനമന്ത്രി മുതൽ ഇങ്ങോട്ട് എല്ലാവരും ഒരു ശ്രമം ഒറ്റ ദിവസം കൊണ്ട് ഒറ്റക്കെട്ടായി നടത്തുന്നുവെങ്കിൽ ഇതുവരെയുള്ള നിങ്ങളുടെ പ്രചാരണങ്ങളിൽ നിങ്ങൾക്കുള്ള അസംതൃപ്തിയെ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതിൽ നിന്ന് വന്നൊരു മാറ്റമായി സ്വാഭാവികമായും കരുതാവുന്നതേ ഉള്ളൂ. അതിശക്തമായി ശബരിമല നേരത്തെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെയാണ് പ്രയോഗിച്ചിരുന്നതെങ്കിൽ ഇനി പരസ്യമായി തന്നെ ആയിക്കളയാം എന്ന നിലയിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രചരണ രംഗത്ത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ്. ശരത്ത്, ഓരോ സ്ഥലങ്ങളിലും അതാത് സ്ഥലങ്ങളിലെ പ്രാദേശിക വിഷയം ഉൾപ്പെടെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ, വരാൻ പോകുന്ന കാലഘട്ടത്തിൽ രാജ്യത്തെക്കുറിച്ചുള്ള സ്വപ്നം, അതിനുള്ള പദ്ധതികൾ, അതിനുള്ള മാർഗരേഖ മുൻപിൽ വയ്ക്കുന്നതോടൊപ്പം തന്നെ അതാത് സംസ്ഥാനങ്ങളിലും അതാത് പ്രദേശങ്ങളിലുമുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമാകും. ശബരിമല വിഷയം ഈ രാജ്യത്തിലെ ഈ ലോകത്തിലെ തന്നെ അയ്യപ്പ വിശ്വാസികളുടെയും ഈശ്വര വിശ്വാസികളുടെയും ക്രൈസ്തവ ഇസ്ലാമിക സമൂഹങ്ങൾ ഉൾപ്പെടെ ഉള്ളവരുടെ മനസ്സിലുള്ള വളരെ വലിയൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് BJP കേന്ദ്ര പാർട്ടി ഞങ്ങളുടെ പ്രകടന പത്രികയിൽ തന്നെ ആ വിഷയം ഉന്നയിച്ചിട്ടുള്ളത്. ഇത് ചെറുതും വലുതുമായ തരത്തിൽ പ്രചരണ വിഷയമാകും മറ്റുള്ള വിഷയങ്ങളോടൊപ്പം. അതിനിപ്പോൾ ആരൊക്കെ വിചാരിച്ചാലും അതിനെ തടയാൻ സാധിക്കില്ല. അയോധ്യയുടെ കാലഘട്ടത്തിൽ അത് മനസ്സിലാക്കാം. നിങ്ങൾ രാജേഷ് ഇതുവരെ പറഞ്ഞത് മനസ്സിലാക്കാം. പക്ഷേ ഇന്നു മുതൽ കണ്ടൊരു പ്രവണത വളരെ സംഘടിതമായി ശബരിമല ഇന്നലെ വരെ എത്രമാത്രം പ്രചരണ രംഗത്ത് എത്രമാത്രം തീവ്രമായിരുന്നോ, എത്രമാത്രം ഉണ്ടായിരുന്നോ, അതിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി അതിശക്തമായി ഉന്നയിക്കാനുള്ള ഒരു മാറ്റം പ്രകടമാണ്. ഞാൻ അതിനെക്കുറിച്ചാണ് ചോദിച്ചത്. അല്ല, അത്
ഈ വിഷയം ചർച്ച വരുമ്പോഴേക്കും ജനഹൃദയങ്ങളിൽ അത്രത്തോളം ജനങ്ങളുടെ ഇടയിൽ ഒരു വികാരമുണ്ട്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഒരു വിഷയം മുന്നോട്ട് വയ്ക്കുമ്പോഴേക്കും ജനങ്ങളുടെ ഭാഗത്തു നിന്നും അതിൽ പോസിറ്റീവായിട്ടുള്ള പ്രതികരണം ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരും. ഇന്നിപ്പോൾ അങ്ങേപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ ഈ വിഷയം വീണ്ടും സജീവമായി ജനങ്ങൾ ചർച്ച ചെയ്യുന്നു എന്ന് തോന്നിയാൽ BJP മുന്നോട്ട് വയ്ക്കുന്ന ആ വിഷയത്തിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നു. അങ്ങനെയല്ലോ എന്റെ ചോദ്യവും അങ്ങനെയല്ല രാജേഷ്. ഞാൻ ചോദിച്ചത് നിങ്ങൾ നേതാക്കൾ ജനങ്ങൾ അങ്ങനെ സജീവമായി ചർച്ച ചെയ്യുന്നു എന്ന് അളന്നെടുക്കാൻ കഴിയുന്ന ഒരു ഉപകരണവും നിലവിൽ നമ്മുടെ മുമ്പിലില്ല. ഞാൻ ചോദിച്ചത് BJP നേതാക്കൾ, പ്രധാനമന്ത്രി മുതൽ ഇങ്ങോട്ടുള്ള നേതാക്കൾ ഇതിനെ ശക്തമായി ഉന്നയിക്കുക എന്തുകൊണ്ടാണ്? ഇന്നലെ കോഴിക്കോട്ട് എത്തിയപ്പോൾ ശബരിമല എന്ന് പരാമർശിക്കാതെ ആണ് പ്രധാനമന്ത്രി കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ ഇന്ന് തമിഴ്നാട്ടിലെത്തിയപ്പോഴും മംഗലാപുരത്തെത്തിയപ്പോഴും ശബരിമല വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി പേരെടുത്തു പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി പ്രചരണ വിഷയമാക്കുന്നു. ഇന്നലെ കണ്ടതല്ല ഇന്ന് കണ്ട ശൈലി. അത് ജനങ്ങൾ ചർച്ച ചെയ്യുന്നു എന്ന നിലയിലേക്കല്ല രാജേഷ് മാറ്റിയതുപോലെ അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ നേതാക്കൾ ആസൂത്രിതമായി അങ്ങനെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കാര്യത്തെ മാറ്റുന്നു, ശബരിമല വിഷയത്തെ മാറ്റുന്നു. അതെന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ശരത്ത്, ജനങ്ങളുടെ വികാരം അറിയാൻ പറ്റുന്ന മെഷീനുകളാണ് പൊതുപ്രവർത്തകർ. ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന, ജനഹൃദയങ്ങൾ അടുത്തേ അറിയാവുന്ന പൊതുപ്രവർത്തകർക്ക് ഒരു വിഷയം മുന്നോട്ട് വയ്ക്കുമ്പോഴേക്കും ആ സദസ്സിൻ്റെ പൾസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ വിഷയത്തോടുള്ള ജനങ്ങളുടെ റിയാക്ഷൻ എന്താണെന്ന്. അത് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയ പലരും ഉണ്ട്. ആ വിഷയത്തിന് കൂടുതൽ സ്വീകാര്യത ഞങ്ങൾ കൂടുതൽ അത് ചർച്ച ചെയ്യും. ഇനി ഞാൻ പറയാം. പ്രധാനമന്ത്രി നടത്തിയ ഇന്നലെ കോഴിക്കോട് ഇപ്പോൾ മനസ്സിലാക്കിയ പൾസ് ആ വിഷയത്തിൽ കേരള സർക്കാർ, സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ വിഷയങ്ങൾ കൂടുതൽ സജീവമായി ചർച്ച ചെയ്യാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അത് അവർ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കും. അന്ന് സംസ്ഥാന സർക്കാർ ചില ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ട വിശ്വാസികളെ വേട്ടയാടി ഓരോ നിമിഷവും അവർ ഓർക്കുന്നു. ഞാൻ ശ്രീ സജീവനിലേക്ക് വരും മുമ്പ് PM മനോജ്, ഇതിനൊരു മറുപടി നിങ്ങൾക്കുണ്ടോ? അദ്ദേഹം പറഞ്ഞത്, രാജേഷ് പറഞ്ഞത്, ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിയാണ് ഈ മാറ്റം ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു മാറ്റം പ്രകടമായി വരുത്തിയിട്ടുണ്ട് എന്ന് രാജേഷ് തന്നെ സമ്മതിച്ചു. അതിന് കാരണം ഇപ്പോൾ ഇതുവരെ ഈ കാര്യം അവതരിപ്പിച്ച രീതിയിൽ പോരാ എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ട് എന്നത് തന്നെയാണ്. ആ പൾസ് പ്രയോഗിച്ചത് കേട്ടല്ലോ. രാജേഷ് പറഞ്ഞതിന് ഒരു പരിധിവരെ ഞാൻ അംഗീകരിക്കുകയാണ്. കാരണം 5 വർഷം നരേന്ദ്രമോദി രാജ്യം ഭരിച്ചിട്ട് ഒരു കാര്യം പോലും ജനങ്ങളുടെ പൾസിനനുസരിച്ച് പറയാൻ ഇവർക്കില്ല എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ്. അതുപോലെ തന്നെ ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിൻ്റെ നടപടികൾ ഒരുപാടുണ്ട്. നോട്ട് നിരോധനം, GST, അതുപോലെ തൊഴിലില്ലായ്മ, 15 ലക്ഷം കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഏർപ്പാട്, 2 കോടി തൊഴിൽ, ഇങ്ങനെ അനേകം കാര്യങ്ങൾ. ഇതിലൊന്നും ഇവർക്ക് ജനങ്ങളുടെ പൾസ് അനുസരിച്ച് അല്ലെങ്കിൽ ജനങ്ങളുടെ പൾസ് ഇളക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കാര്യവും പറയാനില്ല എന്ന് അവർക്കിപ്പോൾ ബോധ്യമായി. അതുകൊണ്ട് ശബരിമല പറയണമെന്ന് അവർക്ക് തോന്നുകയാണ്. ഈ ശബരിമല പറഞ്ഞാൽ, ഞാനതാണ് പറഞ്ഞത്, ചൗക്കീദാർ പ്രേരണാകുമാരി മുതൽ ഇവരുടെ നേതാക്കൾ മുഴുവൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഘട്ടത്തിൽ ഇവർക്കിത് പരിഹരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ പാർലമെൻറ്റിൽ ഭൂരിപക്ഷമുണ്ട്, ഒരു നിയമനിർമ്മാണം നടത്താം. ഇപ്പോഴവർ ഇവരുടെ പ്രകടന പത്രികയിൽ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ പരിഹാരം തേടുന്നതാണ്, അല്ലെങ്കിൽ കോടതിയെ സഹായിക്കുന്നതാണ്. ഇതൊക്കെ നേരത്തെ തന്നെ ചെയ്യാവുന്നതായിരുന്നു ഇവർക്ക്. അതൊന്നും ചെയ്യാതെ ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ട് ശബരിമല പറയുന്നത് ഇവരുടെ ദൗർബല്യവും അതുപോലെ ഇവരുടെ ഈ ഒരു തരത്തിലും ഒരു ആശ്രയവും ഇല്ലാതെ ഇനി ദൈവത്തിൽ മാത്രം ആശ്രയം എന്ന് പറയുന്ന ദൈന്യതയാണ് സൂചിപ്പിക്കുന്നത്. ഞങ്ങൾക്കതൊരു പ്രശ്നമില്ല. തെരഞ്ഞെടുപ്പ് നിയമം, രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം, അതിനനുസരിച്ചുള്ള നടപടി, അത് അവർ അഭിമുഖീകരിക്കാതില്ലാതെ അങ്ങനെ കൂടി ഒരു പ്രശ്നം ഇതിനോടൊപ്പം രൂപപ്പെടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടുകളോടുള്ള രാജ്യം ഭരിക്കുന്ന BJP നയിക്കുന്ന NDA മുന്നണിയുടെ നിലപാട് എന്ത് എന്നൊരു പ്രശ്നം കൂടി ഇതോടൊപ്പം രൂപപ്പെടുന്നുണ്ട്. ശ്രീ സജീവൻ, ഇന്നലെ കോഴിക്കോട്ട് പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളിൽ അദ്ദേഹം ഈ പറഞ്ഞതുപോലുള്ള ദേശീയ പ്രശ്നങ്ങളോ ഭരണ നേട്ടങ്ങളോ അതിനപ്പുറം ഇവിടെ ഈ BJP ഏറ്റവും ശക്തമായി ഉന്നയിക്കുന്ന അവരുടെ പ്രകടന പത്രികയിൽ വന്ന ശബരിമലയോ നേരിട്ട് പരാമർശിക്കാത്ത രീതിയിലുള്ള ഒരു പ്രസംഗമാണ് നടത്തിപ്പോയത്. ഇന്നിപ്പോൾ തമിഴ്നാട്ടിലേക്ക് ചെല്ലുമ്പോഴായാലും മംഗലാപുരത്തേക്ക് ചെല്ലുമ്പോഴും പ്രാദേശിക വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള വൈകാരികമായ പ്രശ്നങ്ങളിൽ ആധാരമാക്കിയാണ് പ്രധാനമന്ത്രിയും നിലപാടെടുക്കുന്നത്. അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോൾ ശബരിമല ഗൗരവമായി വളരെ പരസ്യമായി അലറി വിളിച്ച് തന്നെ പ്രസംഗിക്കാനും ഭീഷണിപ്പെടുത്താനും രക്തസാക്ഷിയാവാനും മടിയില്ല എന്ന നിലയിൽ ശോഭാ സുരേന്ദ്രൻ തുടങ്ങിവെച്ചു. ആദ്യം തുടങ്ങിയ സുരേഷ് ഗോപിയാണ്. ഇനി നാളെ മറ്റ് സ്ഥാനാർത്ഥികളിൽ നിന്നും മത്സര സ്വഭാവത്തോടുകൂടി തന്നെ അത് കാണാവുന്നതുമാണ്. ഒരു വലിയ മാറ്റം BJP സൃഷ്ടിക്കുകയാണോ
പ്രചരണ വിഷയങ്ങളിൽ, രീതികളിൽ? ഒരു സംശയവുമില്ല. കാരണം ഇത് നമ്മൾ നോക്കേണ്ടത് ആദ്യഘട്ടത്തിൽ BJP ഉന്നയിച്ച കാര്യങ്ങൾ നേരത്തെ രാജേഷ് പറഞ്ഞതുപോലെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ വികസന പ്രവർത്തനങ്ങളായിരുന്നു. അതുമായി ബന്ധപ്പെട്ട 5 വർഷത്തെ ഭരണ നേട്ടത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. പക്ഷേ അത് വേണ്ട രീതിയിൽ ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. സുപ്രീം കോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉൾപ്പെടെ സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെ രംഗത്ത് വരുന്നു. ഇപ്പം മോദി സേന എന്ന പരാമർശം, യോഗിയുടെ പരാമർശം, അതോടുകൂടിയിട്ട് ഈ യുദ്ധത്തെപ്പോലും അല്ലെങ്കിൽ ഈ ശത്രുരാജ്യത്തിൻ്റെ ഭാഗത്തുള്ള ആക്രമണത്തെപ്പോലും അത് രാഷ്ട്രീയ തന്ത്രമായിട്ട് പ്രയോഗിക്കുന്ന ഒരു നിലപാടിനെതിരെയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെങ്കിലും സുപ്രീം കോടതിയാണെങ്കിലും ജനങ്ങളാണെങ്കിലും നിൽക്കുക. മറ്റൊന്നുമില്ല, റഫേലിൻ്റെ കാര്യത്തിൽ അതും നമുക്കറിയാം. കാരണം പറഞ്ഞ് അഴിമതിയില്ലാത്ത 5 വർഷത്തെ ഭരണം എന്ന് പറഞ്ഞിട്ട് അവസാനം ഒറ്റ കാര്യത്തിൽ മാത്രം, വേറെ കാര്യങ്ങളിലേക്ക് പോകാതെ ഒരു കാര്യത്തിൽ മാത്രം ഭീകരമായ അഴിമതിയുടെ കാര്യങ്ങളാണ് കോടതി പോലും കണ്ടെത്തുന്നത്. പ്രശ്നങ്ങൾ അപ്പോൾ ഇതൊക്കെ അന്വേഷണ വിധേയമാക്കണം എന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഇനി അതൊന്നും പിടിച്ചു നിൽക്കാം. പിന്നീട് നേരത്തെ പറഞ്ഞ പോലുള്ള നോട്ട് നിരോധനം പോലുള്ള കാര്യങ്ങളൊന്നും സമർത്ഥിച്ച് ജനങ്ങളുടെ കയ്യിൽ നിന്ന് വോട്ട് വാങ്ങാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഏറ്റവും എളുപ്പത്തിൽ വോട്ട് നേടാൻ പറ്റുന്ന വർഗീയ ആയുധം ഉപയോഗിക്കുക എന്ന് പറയുന്നത്. നമ്മൾ കാണേണ്ട 2 കാര്യം. ശബരിമലയുടെ കാര്യത്തിനേക്കാൾ കൂടുതലുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ആദ്യം യോഗി ആദിത്യനാഥും അതിനുമുമ്പ് പ്രേരണകുമാരിയും അതിനുശേഷം അമിത്ഷായും പറഞ്ഞിട്ടുള്ള ഈ നമ്മുടെ വയനാട്ടിലെ പ്രശ്നമുണ്ടല്ലോ, വയനാട്ടിലെ പച്ചക്കൊടി പ്രശ്നം. വയനാട്ടിലെ പച്ചക്കൊടി പാകിസ്ഥാൻ്റെ കൊടിയാണ് എന്ന് പറഞ്ഞത് അമിത്ഷായോ പ്രേരണകുമാരിയോ യോഗി ആദിത്യനാഥോ ഒന്നും അറിയാതെയല്ല. അവർക്കറിയാം ഇത് മുസ്ലിം ലീഗിൻ്റെ പതാകയാണ് എന്ന്. ഈ സോഷ്യൽ മീഡിയയിൽ കാണിച്ചിട്ട കാര്യങ്ങൾ അത് പാകിസ്ഥാൻ പതാകയല്ല എന്നറിയാം. പക്ഷേ അത് പുറത്ത് വരുമ്പോൾ നമ്മൾ ഇത് കാണേണ്ടത് സോഷ്യൽ മീഡിയയിൽ ഇത് വരുമ്പോൾ എത്ര കോടി ജനങ്ങൾക്കിടയിലേക്കാണ് ഇത് പ്രചരിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ ഒരു തീവ്ര പാകിസ്ഥാൻ വിരുദ്ധമായിട്ടുള്ള നിലപാട് മനസ്സിലുള്ള ആളുകളുടെ ഇടയിലേക്ക് ശത്രുരാജ്യമാണ്, അവർ നമ്മൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ തകർക്കുകയാണെന്ന് വിചാരിക്കുമ്പോൾ അവരുടെ കൊടിയുമായിട്ടാണ് രാഹുൽ ഗാന്ധി ഈ മോദി സർക്കാരിനെതിരെ വരാൻ സാധ്യതയുള്ള ഒരു ഗഠബന്ധൻ്റെ ഒരു നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഈ തരത്തിൽ ഉപയോഗിക്കുന്നത് എന്ന് വരുമ്പോൾ അത് ഉണ്ടാക്കുന്ന ചലനം ഭീകരമായിരിക്കും. അതവിടെ ഉത്തരേന്ത്യയിൽ, തെക്കേ ഇന്ത്യയിലേക്ക് അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഇതല്ല. ഇത് പറഞ്ഞാൽ ഇവിടെ കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ കർണാടകയിലോ വിജയിക്കണമെന്നില്ല. ഇവിടെ പറയേണ്ടത് ശബരിമലയാണ്. ശബരിമല നേരത്തെ മനോജ് പറഞ്ഞ പോലെ ആരാ കൊണ്ടുവന്നത്? പ്രേരണകുമാരി ഇപ്പോൾ പുതിയൊരു കാര്യമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഇവിടെ ഇത് പറയുമ്പോൾ ഇനി അതിഭീകരമായിട്ട് പറയും. കാരണം ഇത് ആയുധമായി തന്നെയാണ് ഉപയോഗിക്കുന്നത്. വർഗീയത സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലുള്ള മനോജ് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൽ പേടിയില്ലെന്ന്. മനോജെ പേടിക്കണം. ഇത് ഭീകരമായ ഒരവസ്ഥ ഉണ്ടാക്കിയിട്ട് വോട്ട് തട്ടുന്ന തന്ത്രമാണ് ഇന്ന് കേരളത്തിന് പുറത്ത് പോയിട്ട് ഈ തെക്കേ ഇന്ത്യയിൽ വെച്ച് ഈ മോദി ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മോദി വിരുദ്ധ തരംഗത്തെ പരമാവധി തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതിന് ഇവരെല്ലാവരും ഒരുമിച്ച് കൂടുകയും ചെയ്യും. റൈറ്റ്. രാജേഷ്, ഇങ്ങനെ കുറേ ആളുകൾക്ക് BJPയുടെ പ്രചരണ രംഗത്തെ ഈ ഗൂഢ പദ്ധതി മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ ആ രൂപത്തിൽ മോദി തന്നെ തുടക്കം കുറിക്കുന്നു. ശബരിമല ഒരു വൈകാരിക പ്രശ്നമായി മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കൊണ്ടുവരുന്നു. ആ നിലയിൽ അതിനെ ഗൗരവമാക്കി മുന്നോട്ട് കൊണ്ടുപോകുക. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്നും ഉന്നയിക്കാൻ ശ്രദ്ധിക്കാതെ ആ വിഷയങ്ങൾ ക്ലച്ച് പിടിക്കുന്നില്ല ദക്ഷിണേന്ത്യയിൽ, കേരളത്തിലടക്കം എന്ന ഒരു തിരിച്ചറിവിൻ്റെ കൂടി പ്രശ്നമാണ്. ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം അടക്കം ഇങ്ങോട്ടെടുത്താൽ, ഇന്ന് തമിഴ്നാട്ടിലെയും മംഗലാപുരത്തെയും ഒക്കെ പ്രസംഗം എടുത്താലും ആ രീതിയിലുള്ളൊരു വലിയ മാറ്റം കാണാം. ആ നിലയിൽ ശബരിമല ഉപയോഗിച്ചുള്ളൊരു കൈവിട്ട കളിക്കാണ് BJP തയ്യാറെടുക്കുന്നത്. ശരത്ത്, ഈ പറയുന്നതിൽ പലതും കോൺട്രഡിക്ടറിയാണ്. ഞങ്ങൾക്കെതിരെ പറയുന്ന പല വാദങ്ങൾ. ഒന്ന്, ശ്രീ PM മനോജ് അദ്ദേഹം പറഞ്ഞ ഒന്നിൻ്റെ കാര്യമൊക്കെ മാത്രം ഞാൻ മറുപടി പറയാം. ഒന്ന്, ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൻ്റെ പൾസ് ഇല്ലെന്നാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ. നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ, അടുത്ത കാലഘട്ടത്തിലെ ഞങ്ങൾക്ക് ഗവൺമെൻറ് വന്നാലുണ്ടാകുന്ന രാജ്യത്തെക്കുറിച്ചുള്ള സ്വപ്നം, അത് ജനങ്ങളുടെ ഇടയിൽ പങ്കുവയ്ക്കുന്നതോടൊപ്പം ഞങ്ങൾ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതാത് സ്ഥലങ്ങളിലുള്ള പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യും. ആദ്യം ഞാൻ അതാണ് പറഞ്ഞത്. ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ചർച്ച ചെയ്യും. ശരത്തെ ഞാൻ പറയുന്നതിനിടയ്ക്ക് ശരത്ത് അങ്ങനെ തടസ്സപ്പെടുത്തിയാൽ അങ്ങനെ മറ്റാരെയും തടസ്സപ്പെടുത്തുന്നില്ല. തടസ്സപ്പെടുത്തിയതല്ല, ചോദ്യമാണ്, സഹായിച്ചതാണ്. അതായത് പിന്നെ ഞങ്ങൾ അല്ല
ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിച്ചോളൂ. അതായത് ഞങ്ങൾ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യും, സുകന്യ സമൃദ്ധി യോജന ചർച്ച ചെയ്യുന്നു, ഞങ്ങൾ പുൽവാമ ചർച്ച ചെയ്യുന്നു, ഞങ്ങൾ രാജ്യരക്ഷയുടെ കാര്യം ചർച്ച ചെയ്യുന്നു. ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ ശബരിമല വിഷയം സ്വാഭാവികമായിട്ട് ജനഹൃദയങ്ങളുള്ള വിഷയമാണ്, അതും ചർച്ചയ്ക്ക് വരും. അല്ലാതെ മറ്റതിൽ പൾസില്ലാത്തത് കൊണ്ടല്ല ശബരിമല ചർച്ച ചെയ്യുന്നത്. ഇനി വേറൊന്ന്, ശ്രീ PM മനോജ് അദ്ദേഹം പറഞ്ഞു BJPയുടെ ദൈന്യതയാണ് കാണിക്കുന്നത്. എൻ്റെ ശരത്തെ, ഇന്ന് രാവിലത്തെ മനോരമ പത്രം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ 3 ഫോട്ടോയാണ്. ഒന്ന്, രാഹുൽ ഗാന്ധിയുടെ മുൻപിൽ വച്ചിട്ട് കൈപ്പത്തിയുടെ ബാഡ്ജ് കുത്തുന്ന CPMൻ്റെ മധുരയിലെ സ്ഥാനാർത്ഥി. മറ്റൊന്ന്, തേനിയിലെ CPM സ്ഥാനാർത്ഥിക്ക് ആശ്ലേഷിക്കുന്ന രാഹുൽ ഗാന്ധി. മൂന്നാമത്, ഒരു ടെമ്പോ വാനിൽ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും പതാകകൾ ഒരുമിച്ച് കെട്ടിവെച്ചുകൊണ്ട് മധുരയിൽ സ്വീകരണ പരിപാടിക്ക് വരുന്നത്. ദൈന്യത ആർക്കാ എന്ന് ഈ 3 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായല്ലോ. BJPക്ക് ഒരു ദൈന്യതയുടെയും പ്രശ്നമില്ല. ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങളും പ്രാദേശിക വിഷയങ്ങളും ജനങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട സജീവൻ അവർ പറഞ്ഞു അഴിമതി കോടതി തന്നെ കണ്ടെത്തി. ഏത് അഴിമതിയാ? അങ്ങൊരു മാധ്യമപ്രവർത്തകനാണല്ലോ, ഞാൻ ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണെങ്കിൽ, അങ്ങ് ഒരുപാട് അറിവുള്ള വ്യക്തിയാണ്, ഏറെക്കുറെ നിഷ്പക്ഷത ബാധിക്കുന്ന വ്യക്തിയുമാണ്. അങ്ങ് തന്നെ ഇപ്പോഴോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ ഏത് കോടതി ഏത് അഴിമതി കണ്ടെത്തി ആവശ്യമില്ല ആ പ്രശ്നങ്ങൾ പരിശോധിച്ചിട്ട് അല്ല, ഞാൻ പറഞ്ഞു വന്നതാണ് രാജേഷിലേക്ക് തന്നെയാണ്. നമ്മൾ ഈ വിഷയങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ മാധ്യമ ചർച്ചയിൽ അതിന്റെ ന്യായന്യായങ്ങൾ തിരക്കാന്നുള്ളതല്ല. നിങ്ങൾ ഈ പറഞ്ഞ വിഷയങ്ങളടക്കം, അതിനുശേഷം കേരളത്തിലേക്ക് വന്ന പ്രധാനമന്ത്രി അടക്കം ഇത്തരം കാര്യങ്ങൾക്ക് ഊന്നൽ നൽകുന്നില്ല. ഊന്നൽ മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ആ ഊന്നൽ മാറുന്നതിൻ്റെ പിന്നിലത്തെ അടിസ്ഥാനപരമായ കാരണം ഇവരെല്ലാം ആരോപിക്കുന്നത് BJPക്ക് കരുതിയതുപോലെ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തത് കൊണ്ടാണ് എന്നാണ്. അതുകൊണ്ടാണ് ഈ ശബരിമലയെ ഇപ്പോൾ കൂടുതലായി ആശ്രയിക്കുന്നത്. അല്ല ശരത്ത്, ഞാൻ അഴിമതിയുടെ കാര്യം അദ്ദേഹം പറഞ്ഞല്ലോ. അങ്ങ് ഏതെങ്കിലും കോടതി എന്തെങ്കിലും അഴിമതി നടന്നതായിട്ട് കണ്ടെത്തിയിട്ട് ഒരു രേഖ കാണിച്ചാൽ ഞാൻ പരസ്യമായിട്ട് അങ്ങോട്ട് ക്ഷമ പറയാം, മാപ്പ് പറയാം. ഇന്നത്തെ അവസ്ഥ വെച്ചിട്ട് CBI കേസ് തള്ളിയ കാര്യം അങ്ങക്ക് അറിയാമുള്ളതാണല്ലോ. ഇനി ശരത്തിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ് വരാം. ശരത്ത് പറയുന്നു ഇന്നലെ വരെ ശബരിമല വിഷയം പറഞ്ഞില്ല, ഇന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ശരത്ത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 100 കണക്കിന് റാലികളിൽ പ്രസംഗിക്കുന്ന വ്യക്തിയാണ്. ഓരോ പ്രസംഗത്തിലും ഏത് വിഷയത്തിലാണ് പോയിന്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ കേരളത്തിലെ വികസനത്തിൻ്റെ കാര്യത്തിലുള്ള പിന്നോക്കാവസ്ഥ, LDFൻ്റെയും UDFൻ്റെയും ഒത്തുതീർപ്പ് രാഷ്ട്രീയം, ഇക്കാര്യങ്ങൾ അദ്ദേഹം പ്രസംഗിക്കണമെന്ന് തീരുമാനിച്ചു വന്ന കാര്യങ്ങൾ പ്രസംഗിച്ചു. ഇനി ഒരു ദിവസം കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അവസാനിക്കുന്നില്ലല്ലോ. ഇന്ന് അദ്ദേഹം തമിഴ്നാട്ടിൽ പോയി. ശബരിമല കേരളത്തിനാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും അത് ലോകത്തിലെ മൊത്തത്തിലുള്ള വികാരമാണ്. പക്ഷേ കേരളത്തിലുള്ള തീർത്ഥാടകരെക്കാൾ കൂടുതലോ അതിനോടൊപ്പമോ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്നുണ്ട്. അദ്ദേഹം ഇന്ന് തെക്കേ ഇന്ത്യയിൽ പോയിട്ട്, അദ്ദേഹം തമിഴ്നാട്ടിൽ പോയിട്ട് വളരെ വ്യക്തമായിട്ട് അക്കാര്യം പറഞ്ഞു. ഞാൻ വേറൊരു രസകരമായ കാര്യം പറയാം. ഇന്നലെ ഞാൻ പങ്കെടുത്ത ചാനലിലൊക്കെ ഞാൻ പറഞ്ഞോട്ടെ ചേർത്തെ, ഇന്നലെ ഞാൻ പങ്കെടുത്ത ചാനലിലൊക്കെ പലരുടെയും വിഷമം നരേന്ദ്രമോദി എന്താ ശബരിമല പറയാത്തത് എന്നായിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം ശബരിമലയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശരത്ത് ചോദിക്കുന്നു എന്താ അദ്ദേഹം ശബരിമലയെക്കുറിച്ച് പറയുന്നത്. ശരത്ത് ഒറ്റ പോയിന്റ് കൂടി പറയണം. നിങ്ങളൊക്കെ തന്നെ പറയുന്നല്ലോ BJP വേറൊന്നും ക്ലച്ച് പിടിക്കാത്തതുകൊണ്ടാണ് വർഗീയത പറയുന്നത്. ദയവ് ചെയ്ത് ഇന്ത്യയിലെ വോട്ടർമാരെ അധിക്ഷേപിക്കരുത്. ഒരു പാർട്ടിക്കും വർഗീയത പറഞ്ഞ് ഇന്ത്യയിലെ വോട്ടർമാരെ വളരെ വലിയ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അതൊരു ന്യായവാദം പോലെ രാജേഷ് ഉന്നയിക്കുന്നത് കൊണ്ട് രാജേഷിന് പ്രത്യേകിച്ച് ഗുണമില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ വരാം. ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, കോൺഗ്രസ് നേതാവ് കൂടി ചേരുന്നുണ്ട്. രാജേഷ്, ഞാൻ വരാം. ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, ഇപ്പോ രാഹുൽ ഗാന്ധി വന്ന് ഇവിടെ വയനാട്ടിൽ മത്സരിച്ചാൽ ദക്ഷിണേന്ത്യയിൽ ആകെ അങ്ങ് ഓളം ഉണ്ടാകും, തരംഗമുണ്ടാകും, കാര്യങ്ങളാകെ മാറും എന്നൊക്കെ കോൺഗ്രസ് കണ്ടു. ഇത് കണ്ടുകൊണ്ട് ഉള്ള വളരെ കൃത്യമായൊരു ദക്ഷിണേന്ത്യൻ സ്ട്രാറ്റജിയിലേക്ക്, തന്ത്രത്തിലേക്ക് BJP മാറി. ഇന്നിപ്പോൾ തമിഴ്നാട്ടിലും മംഗലാപുരത്തുമൊക്കെ ശബരിമല പ്രധാന വിഷയമായി പ്രധാനമന്ത്രി ഉന്നയിക്കുകയാണ്. ആ നിലയിൽ ദക്ഷിണേന്ത്യക്ക് പാകമാകും വിധത്തിലുള്ളൊരു വൈകാരിക പ്രശ്നമായി ഇതിനെ ഉയർത്തിക്കാട്ടി മുന്നോട്ട് കൊണ്ടുവരികയും അതിനെതിരായൊരു കൂട്ടുചേരൽ കേരളത്തിലുണ്ട് എന്ന് പ്രധാനമന്ത്രി തന്നെ കേരളത്തിന് പുറത്ത് പറയുന്ന സാഹചര്യം. നിങ്ങൾക്ക് പകരം സംഭവിക്കുന്നത് എന്താണ്? രാഹുൽ ഗാന്ധിക്ക് ശേഷം ഇപ്പോൾ വന്ന വാർത്തകളിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രവർത്തനം മന്ദഗതിയിലാകുന്നു, സ്ഥാനാർത്ഥി തന്നെ വല്ലാത്ത ബേജാറിലാവുന്നു, AICC സ്ഥിരം നിരീക്ഷകനോ മറ്റോ വരാൻ പോകുന്നു, ചെന്നിത്തലയ്ക്ക് പ്രത്യേക ചുമതല കൊടുക്കുന്നു. ആ നിലയിൽ തിരുവനന്തപുരത്തെ സാഹചര്യം, പലയിടത്തും അത്തരം പരാതികൾ ഉയരുന്നു. അപ്പോൾ ദക്ഷിണേന്ത്യയുടെ കാര്യത്തിൽ നിങ്ങൾ കരുതിയതിന് അപ്പുറത്തേക്കുള്ള കളിയുമായി BJP
ഇനിയുള്ള ദിവസങ്ങളിൽ നീങ്ങാൻ പോവുകയാണ്. ശബരിമല വിധം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം അതിശക്തമായി BJP ഉന്നയിക്കുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും. ശരത്തെ, ശബരിമല വിഷയം BJPക്ക് ശക്തി പകരും എന്നുള്ളത് ഇപ്പോഴും ഒരു വ്യാമോഹമായി കുറേ ആൾക്കാർ കൊണ്ട് നടക്കുകയാണ്. NSS ആസ്ഥാനത്ത് പോയി BJPയുടെ ഏറ്റവും ശക്തരായ നേതാക്കന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 1 മാസത്തിന് മുമ്പ്, ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ശബരിമലയുടെ കാര്യത്തിൽ ഒരു നിയമപരമായ ഓർഡിനൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും എന്നാണ് NSS ആസ്ഥാനത്ത് പോയി പറഞ്ഞത്. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ശബരിമലയെ സംബന്ധിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം വരാൻ പോകുന്നു, ഏറ്റവും സുപ്രധാനമായ പ്രഖ്യാപനം വരാൻ പോകുന്നു എന്നാണ് പ്രതീക്ഷിച്ചത്. കോഴി കോട്ടുക വിട്ടതുപോലെ നരേന്ദ്രമോദിയും ഒന്നും പറഞ്ഞില്ല, BJP നേതൃത്വവും പറഞ്ഞില്ല. NSS ജനറൽ സെക്രട്ടറി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഒറ്റ ചോദ്യമേ അദ്ദേഹം ചോദിക്കുന്നുള്ളൂ. ഇത്രയും കൂടുതൽ അധികാരം കയ്യിലുള്ള BJPക്ക്, നരേന്ദ്രമോദിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ ശക്തമായ ഭൂരിപക്ഷമുള്ള ഒരു സമയത്ത് ശബരിമല പോലുള്ള സുപ്രധാനമായ ഒരു വിഷയത്തിൽ ഒരു നിയമം കൊണ്ടുവരുന്നതിൽ എന്തേ അപാകത പറ്റി? പിന്നെ നിങ്ങൾ വിശ്വാസികളുടെ വോട്ട് തൊടാൻ വരാൻ നിങ്ങൾക്ക് എന്ത് അവകാശം എന്നാണ് NSS ജനറൽ സെക്രട്ടറി കേരളത്തിലെ വിശ്വാസ പ്രമാണങ്ങൾക്കൊപ്പം ആദ്യമായി രംഗത്തിറക്കിയ പ്രസ്ഥാനമാണ് NSSും വിശ്വാസികളും രംഗത്തിറങ്ങി പന്തളത്തും ചെങ്ങന്നൂരിലും ഒട്ടനവധി മധ്യ തിരുവിതാംകൂർ മേഖലകളിലും 10,000 സ്ത്രീകളടക്കം രംഗത്തിറങ്ങി വന്ന് ശരണം വിളികളുമായി ഇറങ്ങിയപ്പോഴാണ് BJP ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നിന്ന് എങ്കിൽ ഞങ്ങളും വിശ്വാസികളോടൊപ്പമാണ് എന്ന് പറഞ്ഞത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങനെയല്ല. കോൺഗ്രസ് തുടക്കം മുതൽ വിശ്വാസികളോടൊപ്പമാണ്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞ അതേ കാര്യം അന്നും ഇന്നും മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും പ്രതിപക്ഷ നേതായിരുന്നപ്പോഴും ഈ പാർട്ടികളുടെ തീരുമാനത്തിലും എല്ലാം കോൺഗ്രസ് ഒരു തീരുമാനമാണ്. ശബരിമല വിശ്വാസികളുടെ സങ്കേതമാണ്, വിശ്വാസികളുടെ. ശരിയാണ്, ഈ വിശദീകരണമൊക്കെ മനസ്സിലാവും. കോടതിയിൽ കേസ് കൊടുത്ത് ഈ വിശദീകരണമൊക്കെ മനസ്സിലാകും. പക്ഷേ ഈ വിശദീകരണം കൊണ്ട് ശബരിമല വിഷയത്തെ വരും ആഴ്ച ആളിക്കത്തിക്കാൻ BJP ശ്രമിച്ചാൽ, പ്രചരണ രംഗത്ത് ശ്രമിച്ചാൽ, നിങ്ങളുടെ ഈ വിശദീകരണം കൊണ്ട് മാത്രം നിങ്ങൾക്ക് കിട്ടാവുന്ന വിശ്വാസികളുടെ വോട്ടുകളെ പിടിച്ചു നിർത്താനാവുമോ? രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചതുകൊണ്ടൊന്നും ആ നിലയിൽ ഒരു പ്രത്യേകത ഉണ്ടാകുമെന്ന് തോന്നില്ല. അതാണ് BJP അതിനപ്പുറത്തുള്ള ഒരു കളിയുമായി ഇറങ്ങുന്നത്. ശരത്തെ, ഇത് രണ്ടും രാഹുൽ ഗാന്ധിയുടെ കാര്യം വേണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാം. നമുക്കിതിനെപ്പറ്റി ശബരിമലയെ പറ്റി പറയാം. ശരത്ത് ഇതെല്ലാം കൂടി ഇട്ട് കൂട്ടിക്കുഴയ്ക്കാതെ ശബരിമല വിഷയത്തെപ്പറ്റി പറയാം. ഇനി നിങ്ങൾ എന്തോ ആളിക്കത്തിക്കാനാ BJP പോകാൻ ഉദ്ദേശിക്കുന്നത്? എന്താ നിങ്ങളുടെ കയ്യിൽ? ഇലക്ഷൻ പ്രഖ്യാപിച്ചില്ലേ? അധികാരത്തിൽ നിന്ന് നിങ്ങൾ പുറത്താകാൻ അധികകാലമുണ്ടോ? കേരളത്തിൽ നടന്നിട്ടുള്ള മുഴുവൻ മാധ്യമ സർവേകളിലും എവിടെ നിൽക്കുന്നു BJPയുടെ സംസ്ഥാനം? ഞങ്ങൾ മാത്രമല്ല, മാധ്യമങ്ങൾ സർവേകളുടെ മുഴുവൻ. രാജേഷ്, ഒരു ചെറിയ മറുപടി ഉണ്ടെങ്കിലാകാം, നിങ്ങൾ വളരെ ചുരുങ്ങിയ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ശൂരനാട് പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ കത്തിക്കാൻ ശ്രമിക്കുന്നത്? അതുകൊണ്ടാണ് ഒരു പങ്കാണ്. ശരത്ത്, എനിക്ക് അത്ഭുതം തോന്നുന്നത് ബഹുമാനപ്പെട്ട ശൂരനാട് NSSന്റെ വക്താവ് എങ്ങനെയായി എന്നുള്ളതാണ്. NSS ശബരിമല വിഷയത്തിൽ ചെയ്ത മറ്റൊരു സംഘടനയും ചെയ്തതുമായി താരതമ്യം ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പോസിറ്റീവ് നിലപാടുകൾ, അത് പ്രത്യക്ഷത്തിലായാലും പ്രസ്താവനകളുടെ ആയാലും ഫീൽഡിലായാലും ചെയ്ത നിലപാടുകളാണ് ശബരിമല വിഷയത്തെ ഇത്രത്തോളം ശക്തമാക്കി നിലനിർത്തിയത് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തന്നെ വ്യത്യസ്ത പങ്കെടുത്തിട്ടുണ്ട്. അതൊരു മുതൽക്കൂട്ട് തന്നെ ആയിട്ടുണ്ട്. അത് അല്ല, ഞാൻ പറയട്ടെ, ശബരിമല വിഷയത്തിൽ NSSന്റെ നിലപാടിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ശബരിമല വിഷയത്തിൽ NSS എടുത്ത നിലപാട് തന്നെയാണ് ഈ വിഷയം ഇത്രത്തോളം ജനഹൃദയങ്ങൾ പ്രതിഷ്ഠ നേടുവാൻ കാരണം. വേറെ വിഷയം, നിലവിൽ NSSന്റെ നിലപാട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നും ചെയ്തില്ല വിശ്വാസികൾക്ക് വേണ്ടി എന്നാണ്. അല്ല, NSSന്റെ വക്താവ് കോൺഗ്രസും ആകണ്ട BJPയും ആകണ്ട, അത് NSS തന്നെ പറഞ്ഞോളും. NSS ചെയ്ത കാര്യങ്ങൾ ക്രെഡിറ്റ് കോൺഗ്രസ് നേതാക്കന്മാർ എടുക്കേണ്ട കാര്യവുമില്ല. NSSന്റെ ആ നിലപാട് ആശ്വാസകരമാണെന്ന് ശൂരനാട് പറഞ്ഞത് വ്യക്തമാണല്ലോ. പമ്പ കഴിഞ്ഞിട്ട് ഒരു കോൺഗ്രസ് നേതാവും ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ടുള്ള സന്നിധാനത്തോട്ട് എത്തിയില്ല.
ഒരു കോൺഗ്രസ് നേതാവിനെ ഞങ്ങൾ ഒരു പ്രത്യേക ദിവസം കഴിഞ്ഞ് നിലയ്ക്കൽ കണ്ടില്ല. ഒരു കോൺഗ്രസ് നേതാവ് ഇതാണ് വ്യത്യാസമായി വിശ്വാസികളോട് 8 മണിക്കുള്ള ആ പോയിന്റ് മതി. രാജേഷ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. സൂര്യനാട് ഇതാണ് വിശ്വാസികളോട്, സർക്കാരിനെതിരെ നിൽക്കുന്ന വിശ്വാസികളോട്, ആ വോട്ടേഴ്സിനോട് ബിജെപി പറയുന്നത്. ഞങ്ങൾക്ക് ഈ വിഷയം പറയുവാനുള്ള അവകാശമുണ്ട്. അല്ല, ശബരിമലയിൽ കോൺഗ്രസ് നേതാക്കന്മാർ പോയപ്പോൾ ഞങ്ങൾ കണ്ടു. അവരെ യതീഷ് ചന്ദ്ര ആനയിച്ച് പമ്പയിൽ കൊണ്ടുപോയി കാറിൽ തിരിച്ചു കൊണ്ടുവന്നു. അവരാരും തന്നെ അവിശ്വാസികളായപ്പോഴേക്കും ശരണമന്ത്രം ഉയർത്താനുണ്ടായിരുന്നില്ല സാർ. ആരും തന്നെ പിണറായി സർക്കാരിന്റെ ക്രൂരതയുണ്ട് ജയിലിൽ കിടന്നില്ല. വല്ലഭന് ഇപ്പോ അല്ല, പി എം മനോജ് ഒന്ന് ആരംഭിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ. പി എം മനോജ്, ബിജെപി ശബരിമലയെ കടുപ്പിക്കുന്നത് ഈ വിധം കോൺഗ്രസിനെ ദുർബലപ്പെടുത്തണം, കോൺഗ്രസിന് ലഭിക്കുന്ന ആ വോട്ടുകളെ ഉറപ്പാക്കിയെടുക്കാൻ വേണ്ടി കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങളാണ് ചെയ്തത് എന്ന് വിശ്വാസികളോട് പറയും വിധം വളരെ പരസ്യമായ നിലപാടിലേക്ക് പോവുകയാണ്. ഈ തർക്കത്തിൽ അത് വ്യക്തമാണ്. ഈ വല്ലഭന് പുല്ലും ആയുധമെന്നാണ്. യഥാർത്ഥത്തിൽ BJP കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ജയിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഈ ജയിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം മാതൃകാ പെരുമാറ്റച്ചട്ടവും അതുപോലെ തെരഞ്ഞെടുപ്പ് നിയമവും 1951 ജനപ്രാതിനിധ്യ നിയമമൊക്കെ ബാധകമാകുന്നത് ജയിക്കുന്ന ആളുകൾക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് സിറാത്തിൻ്റെ പാലം കടക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് നമ്മുടെ KM ഷാജി വീട്ടിൽ പോയിരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് കാത്തോലിക്ക കോൺഗ്രസിൻ്റെ പേരിൽ ഒരു നോട്ടീസ് അടിച്ചതിന്, അതുപോലെ കലണ്ടർ അടിച്ച് വിറ്റതിന് പ്രചരിപ്പിച്ചതിന് PC തോമസ് 2004 മത്സരിച്ച് 527 വോട്ടിന് ജയിച്ച PC തോമസ് 3 കൊല്ലം അയോഗ്യനായി മാറിയത്. അപ്പോൾ ഈ BJPക്ക് ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ചട്ടലംഘനം നടത്തി ജയിച്ചാലല്ലേ, ചട്ടലംഘനം നടത്തിയാൽ പ്രശ്നമുള്ളൂ, അങ്ങനെയല്ലേ അയോഗ്യരാവും. അതുകൊണ്ട് BJPക്ക് ഈ പ്രശ്നമില്ല. അതുകൊണ്ടാണ് BJP ഇത്രയും ശക്തമായി ഇത് ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. കോൺഗ്രസിനാണെങ്കിൽ BJP ഇത് എന്തെങ്കിലും കൊണ്ടുപോകും. ഇപ്പോൾ ശ്രീ സൂര്യനാട് പറയുന്നത് വളരെ പരിതാപകരമാണ്. ഞങ്ങളാണ് ഇതിന് ചാമ്പ്യന്മാരെന്നാണ് പറയുന്നത്. BJP അഖിലേന്ത്യാ വ്യാപകമായി എതിർക്കുന്നവരാണ് പറയുന്നത്. BJP അല്ല, ഞങ്ങളാണെന്ന്. എന്താണ് സുപ്രീം കോടതി വിധി? ആ സുപ്രീം കോടതി വിധി നടപ്പാക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ ചാമ്പ്യന്മാരാണ് ഞങ്ങൾ എന്ന് ശ്രീ സൂര്യനാട് രാജശേഖരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി വന്ന് പറയുകയാണ്. ഇവിടെയാണ് ഇവർക്ക് ഏത് തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ കഴിയുന്നത്. അതാണ് പ്രശ്നം. അതാണ് ടിക്കാറാം മീണ എന്ന് പറഞ്ഞത്. അതാണ്. അതുപോലെ ജനപ്രാതിനിധ്യ നിയമത്തിലുള്ള വ്യവസ്ഥ അതാണ്. ഇന്ത്യൻ ഭരണഘടന പറയുന്നത് അതാണ്. ഇന്ത്യയിലെ 1950 പറയുന്നത് അതാണ്. അതായത് മതം പറഞ്ഞ്, ജാതി പറഞ്ഞ്, പടച്ചവന്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാൻ പാടില്ല എന്ന് നിയമം പറയുമ്പോൾ ഇവരത് പറഞ്ഞ് പിടിക്കാണ്. ജയിക്കാത്ത BJPക്ക് എത്ര ശക്തമായും തെരഞ്ഞെടുപ്പ് കേസുകളെ ഭയക്കണ്ട, ഏത് നിലയിലും വിശ്വാസികൾക്ക് വേണ്ടി ഏത് വർത്തമാനവും പറഞ്ഞ് വോട്ട് ചോദിക്കാം. കോൺഗ്രസിന് കുറച്ചുകൂടി ഭയമുള്ളത് കൊണ്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കേസുകളെയും മറ്റും ഭയന്ന് ഒളിച്ചും മറഞ്ഞും മാത്രം ഈ വിഷയം ഉന്നയിക്കുന്നു. ഈ വ്യത്യാസമേ നിങ്ങൾ തമ്മിലുള്ളൂ എന്നാണ് മനോജിൻ്റെ വാദം. സൂര്യനാട് ഒരു ചെറിയ മറുപടി. ഇല്ല ശരത്തെ, ഞങ്ങൾ ഒളിച്ചും പറന്നുമൊന്നുമല്ല ഞങ്ങൾ ചെയ്യുന്നത്. രാജ്മോഹനെതിരായി ഇന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ. രാജ്മോഹൻ പറഞ്ഞത് എന്താ? ശബരിമല വിഷയം ഏറ്റവും കൂടുതൽ അപകടകരമായ സ്ഥിതിയിലാക്കിയത് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരാണ്. അത് പറയാൻ ഇലക്ഷൻ കമ്മീഷൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. ശബരിമല വിഷയം അയ്യപ്പൻ്റെ പേരിൽ വോട്ട് പിടിക്കരുതെന്ന് മാത്രമേ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുള്ളൂ. ശബരിമല വിഷയം വഷളാക്കിയത് കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റാണ് എന്ന് ഉണ്ണിത്താൻ പറഞ്ഞു. ഞങ്ങളും പറയുന്നു, ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റാണ്. അല്ലാതെ നിങ്ങൾ ഒരിടത്തും അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ചിട്ടില്ല. കേരളത്തിലെ BJP-യാണ് കേരളം കലാപകലുഷിതമാക്കിയത് എന്ന് ഞങ്ങൾ പറയുന്നു. BJP-യും CPM കൂടി ഇതാണ് അയ്യപ്പന്റെ പേരിൽ കേരളം കലാപഭൂമിയാക്കാൻ. രാജേഷ്, ഒരു മറുപടി. ഇതാണ് വ്യത്യാസം. നിങ്ങൾക്ക് വിഷയം അവതരിപ്പിക്കാം, പ്രശ്നം ഉന്നയിക്കാം, പക്ഷേ അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിക്കരുത്, അപ്പീൽ ചെയ്യരുത്. ഇതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണല്ലേ വ്യത്യാസം സൂര്യനാട് ഉന്നയിച്ചത്. നിങ്ങൾ അയ്യപ്പന്റെ പേരിൽ, ഇന്ന് K. സുരേന്ദ്രന്റെ പേരിൽ വന്നൊരു വീഡിയോ, അയ്യപ്പന്റെ വാർഡിൽ അവിടെ മറ്റാരെയും കടത്തിവിടരുത് എന്ന നിലയിൽ അദ്ദേഹം പറയുന്നു. ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് കേട്ടു. സുരേഷ് ഗോപി വളരെ പരസ്യമായി അപ്പീൽ ചെയ്യുന്നു. നേരിട്ട് വോട്ട് അഭ്യർത്ഥിച്ചില്ല എന്ന് തർക്കിച്ചാൽ തന്നെ അപ്പീൽ ചെയ്യുന്നുണ്ടെന്ന് ടിക്കാറാം മീണയും പറഞ്ഞതാണ്. വോട്ട് ചോദിക്കരുത്, അത് വെച്ച് അപ്പീൽ ചെയ്യരുത്. ഇത് പരസ്യമായി നിങ്ങൾ ചെയ്യുന്നു, കോൺഗ്രസ് അത്രയും ചെയ്യുന്നില്ല. ശരത്ത്, ഇതിൽ ഏതെങ്കിലും നിങ്ങൾ പറഞ്ഞ പേരുള്ള സുരേന്ദ്രനോ സുരേഷ് ഗോപിയോ ശോഭയോ മറ്റേതെങ്കിലും സ്ഥാനാർത്ഥികളോ
തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ പ്രസംഗം അവർ പ്രസംഗിച്ചിട്ട് എങ്ങും പോയിട്ടില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതിൻ്റെ എല്ലാം ഓഡിയോ ടേപ്പ് ഉണ്ട്, വീഡിയോ ടേപ്പ് ഉണ്ട്, അതിൻ്റെ എല്ലാ രേഖകളും ഉണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുരേഷ് ഗോപി പ്രസംഗിച്ചിട്ട് എത്രയോ ദിവസമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് കൊടുത്തു, അദ്ദേഹം മറുപടി കൊടുത്തു. നടക്കട്ടെ. ഇതിലൊന്നും തന്നെ അയ്യപ്പൻ്റെ പേരിൽ അയ്യപ്പന് വേണ്ടി നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും മതത്തോട് മതസ്പർദ്ധ ഉയർത്തുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ? ഇവിടെ സംസ്ഥാന സർക്കാർ നടത്തിയ പരാക്രമം നിങ്ങൾ പറയൂ. അട്രാക്ട് ചെയ്യുന്ന ഒരു വാക്ക് പറയൂ. അയ്യന്റെ പേരിൽ വോട്ട് ചോദിക്കുകയും വയലേഷൻ പേരിൽ വോട്ട് ചെയ്ത് ഞങ്ങളല്ല പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പറഞ്ഞത്. വയലേഷൻ, അതായത് അയ്യന്റെ പേരിൽ വോട്ട് ചോദിച്ചതിനാണ്. ആ വോട്ട് ചോദിക്കുന്ന പശ്ചാത്തലത്തിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചതിനാണ് സുരേഷ് ഗോപിക്ക് നോട്ടീസ് കിട്ടിയത്. ഇന്നിപ്പോൾ ഈ ന്യൂസ് 18 തന്നെ കാണിക്കുന്ന ദൃശ്യമുണ്ടല്ലോ. അതായത് ശബരിമല അയ്യപ്പന്റെ പെരുന്നാട് അട്ടക്കുളങ്ങരയോ ആ വാർഡില് ആരെയും കടത്തി വിടരുത് എന്ന് സുരേന്ദ്രൻ ചെന്ന് പറയുന്നതും ലംഘനമാണ്. ലംഘനം എന്ന് ഞങ്ങൾ പറയുക, അട്ടത്തോട് ഞങ്ങൾ പറയുകയല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ നിയമത്തിന് മുന്നിൽ ലംഘനമാണെങ്കിൽ ആ നടപടി എടുക്കുമ്പോൾ ഇവര് ആ നടപടി എടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ നേരെ കുതിര കയറാതിരുന്നാൽ മതി. അതുകൂടി സംഭവിക്കുന്നുണ്ട്. ഞാൻ വരാം. ശ്രീ സജീവൻ, ഈ വിഷയത്തിൽ ഈ രണ്ട് തരം സമീപനമുണ്ട്. കോൺഗ്രസിന്റെ സമീപനം ശൂരനാട് പറഞ്ഞു, BJPയുടെ സമീപനം വി രാജേഷ് പറഞ്ഞു. വി രാജേഷ് പക്ഷേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം അട്രാക്ട് ചെയ്യും വിധം പ്രവർത്തിച്ചതെന്ന് ഇതുവരെ രാജേഷിന് മനസ്സിലായിട്ടില്ല. സജീവൻ എന്തെങ്കിലും ഒന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പങ്കുചേരാം, രാജേഷിന് പറഞ്ഞു കൊടുക്കാം. ചട്ടലംഘനം ഉണ്ടെങ്കിൽ, അങ്ങനെ തോന്നുന്നുവെങ്കിൽ. അല്ല, ചട്ടലംഘനം ഉണ്ടെന്ന് നമുക്കൊക്കെ തോന്നുന്നുണ്ടല്ലോ. പക്ഷെ അതിനിപ്പം ചട്ടലംഘനമാണെന്ന് തീരുമാനിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അത് തീർച്ചയായിട്ടും അതിന് പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് നടപടിയിലേക്ക് വരും. സുരേഷ് ഗോപി പറഞ്ഞ കാര്യം, അദ്ദേഹം എവിടെയാണ് സ്വന്തം ദൈവത്തിന് വേണ്ടിയിട്ട് വോട്ട് ചോദിച്ചു? ദൈവത്തിന് വോട്ട് കൊടുക്കാൻ ആരും പറയില്ല. ദൈവം അവിടെ മത്സരിക്കുന്നത്, അയ്യപ്പൻ അവിടെ മത്സരിക്കുന്നില്ല. സുരേഷ് ഗോപിയാണ് തൃശ്ശൂരിൽ മത്സരിക്കുന്നത്, എല്ലാവർക്കും അറിയാം. അവിടെ പക്ഷേ സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞെന്താ, സ്വന്തം അയ്യനോട് കളിച്ചാൽ അയ്യൻ അതിന് വേണ്ട ശിക്ഷ കൊടുക്കും എന്ന രീതിയിൽ ആദ്യം പറഞ്ഞു. രണ്ടാമത്തെ തവണ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത്, ഇവിടെ സ്വന്തം ദൈവത്തിൻ്റെ പേര് പോലും പറയാൻ പറ്റില്ല, ഇതെന്ത് ജനാധിപത്യം? അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാര്യം പറയുമ്പോൾ അതിനെ ഇതിനെ ജനാധിപത്യത്തെ പോലും വെല്ലുവിളിക്കുന്ന രൂപത്തിലാണ് സുരേഷ് ഗോപി ഈ പറഞ്ഞത്. അദ്ദേഹത്തിന് സിനിമാ ഡയലോഗ് ഒക്കെ പോലെയുള്ള രീതിയിൽ അദ്ദേഹം അവിടെ സംസാരിച്ച് ഇത്തരം കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ശോഭയുടെ കാര്യത്തിൽ ശോഭ വെല്ലുവിളിക്കുകയാണല്ലോ, പറഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. നിങ്ങൾ അല്ലെങ്കിൽ അയ്യപ്പന് പേരിൽ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അയ്യപ്പൻ മത്സരിക്കുന്നില്ലല്ലോ. ആ മത്സരിക്കാത്ത അയ്യപ്പന് വേണ്ടി വോട്ട് പിടിക്കുന്നുവല്ലോ. ഇവിടെ അയ്യപ്പനെ ഉപയോഗിച്ചുകൊണ്ട്, ഏത് ദൈവത്തെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ അടുത്ത് വോട്ട് ചോദിക്കുന്ന വളരെ കടുത്ത ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ ലംഘിക്കുന്ന നടപടി തന്നെയാണ്. ശരി, ഇതിനിടയിലാണ് വളരെ നേരിട്ട് തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ധൈര്യമുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കൂ, ചങ്കൂറ്റമുണ്ട് എങ്കിൽ എന്ന് ചോദിക്കുന്ന വിധം മറ്റൊരു തരത്തിലും കാര്യങ്ങൾ പോകുന്നുണ്ട്. അവിടെയാണ് ടിക്കാറാം മീണയുടെ മറുപടി. നേരത്തെ PM മനോജ് പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ശബരിമല ഉന്നയിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. മതേതരത്വം തകർക്കാനാവില്ല, വോട്ട് ചോദിക്കരുത്, അപ്പീൽ ചെയ്യരുത്. വീണ്ടും തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവർത്തിക്കുകയാണ് നിലപാട്. അല്പം മുമ്പ് ബംഗളൂരുവിലെ പ്രസംഗത്തിലും നമ്മളിപ്പോൾ സംസാരിച്ച ഇതേ വിഷയത്തിൽ പ്രധാനമന്ത്രി തൻ്റെ നിലപാട് ശബരിമലയുമായി ബന്ധപ്പെട്ട് ആവർത്തിക്കുകയാണ്. അവിടെയും ഇതൊരു പ്രചാരണ വിഷയമാക്കി അദ്ദേഹം നിലപാടെടുക്കുകയും ശക്തമായി ഉന്നയിക്കുകയും ചെയ്തു. അയ്യനു വേണ്ടി നിലപാടെടുത്തവരെ ജയിലിലടച്ചു എന്ന നിലയിലുള്ള നിലപാടാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. വി രാജേഷ്, ഇതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു സാഹചര്യം, ഒരുപാട് ആക്ഷേപങ്ങൾ ഈ ഭരണകാലത്ത് BJP നേരിട്ടിട്ടുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങളെയെല്ലാം ഇല്ലാതാക്കുന്നു, അതിലെല്ലാം പിടിമുറുക്കുന്നു എന്ന ആക്ഷേപത്തെ ശരിവെക്കും വിധം, അതല്ലെങ്കിൽ അതിനെ ഗൗരവമായി കാണും വിധം ഇന്നും സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള എന്നോട് തന്നെ ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, താങ്കൾ പറഞ്ഞ പോലെയല്ല, സുരേഷ് ഗോപിക്കെതിരെ ധൈര്യമുണ്ടെങ്കിൽ കേസെടുക്കൂ, ചങ്കൂറ്റമുണ്ടെങ്കിൽ കേസെടുക്കൂ, വെല്ലുവിളിക്കുന്നു എന്ന അർത്ഥത്തിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് ഉചിതമാണോ? തീർച്ചയായും ഉചിതമാണ്. അങ്ങനെ ആത്മവിശ്വാസം ജനങ്ങൾക്ക് കൊടുക്കണ്ടേ സംസ്ഥാന അധ്യക്ഷൻ? അത് ശരി, തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആത്മവിശ്വാസം ജനങ്ങൾക്ക് കൊടുക്കണം അല്ലേ? സാധ്യതയില്ലാത്ത, ഞാൻ പറയട്ടെ ശരത്ത്, ഞാൻ പറയുമ്പോഴേക്കും പൂർണ്ണമായി പറയുമ്പോൾ അതിൻ്റെ ഉത്തരം പറയുമ്പോഴേക്കും മനസ്സിലാവും. അതായത്
തികച്ചും വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി മത്സര രംഗത്ത് നന്നായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിസ്ഥാനരഹിതമായി ആ സ്ഥാനാർത്ഥിയെ ഭയപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴേക്കും ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ചെയ്യേണ്ടത് അവിടെ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന ജനങ്ങൾക്കും ആ സ്ഥാനാർത്ഥിക്കും നിയമപരിരക്ഷയും നിയമപരമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങൾക്ക് അകത്ത് നിന്നുകൊണ്ടും ആത്മവിശ്വാസം കൊടുക്കുക തന്നെയാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ സംസ്ഥാന പണ്ട് തന്ത്രിക്ക് നിയമോപദേശം കൊടുത്ത പോലെ അല്ലേ പറഞ്ഞിട്ടുള്ളത് രാജേഷ്? പണ്ട് തന്ത്രിക്ക് നിയമോപദേശം കൊടുത്തതുപോലെ അല്ലേ ശരത്ത്? നമ്മൾ ഇക്കാര്യം അല്ലല്ല, അതിനെ ശരത്ത് ഈ കോണ്ടക്സ്റ്റ് ചർച്ച ചെയ്യുമ്പോഴേക്ക് ഈ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത്. സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ആ സ്ഥാനാർത്ഥിക്കും അവിടെ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർക്കും പരിഭ്രാന്തി ഉണ്ടാക്കുകയല്ല. അദ്ദേഹം അവർക്ക് നല്ല പിന്തുണയാണ് കൊടുക്കേണ്ടത്. അദ്ദേഹം ശരി, അതൊരു നല്ല പിന്തുണയാണോ എന്നൊരു ചോദ്യമാണ് എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്. ശൂരനാട് രാജശേഖരൻ, ശ്രീധരൻപിള്ള കാട്ടിയത് ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരലാണ്, ഒരു നല്ല പിന്തുണ കൊടുക്കലാണ്. യോജിപ്പുണ്ടോ? അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു, ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്നത്. ശ്രീധരൻപിള്ളയും രാജേഷും ഒക്കെ BJPയുടെ ഒരു സൗമ്യമായ മുഖത്തിൻ്റെ ലക്ഷണമാണ്. പക്ഷേ ശ്രീധരൻപിള്ള ശരിക്കും മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പുള്ള സ്ഥിതിയല്ല ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നത്. 2 ആഴ്ചയ്ക്ക് മുമ്പ് വരെ റിസർവ് ബാങ്ക് ആയാലും ഇലക്ഷൻ കമ്മീഷൻ ആയാലും സുപ്രീം കോടതി ആയാലും ബാക്കി എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും അടക്കി വഴികയായിരുന്നു. ഇന്ത്യയുടെ ഭരണാധികാരി നരേന്ദ്രമോദിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുകയായിരുന്നു അവർ. നോട്ട് നിരോധനമായാലും എല്ലാം അവസാനം വരെ. പക്ഷേ ഒരാഴ്ചക്കാലമായി കാറ്റ് മാറി വീശിയിരിക്കുന്നു. മാറി വീശിയതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് PM നരേന്ദ്രമോദി എന്ന സിനിമ. അങ്ങനെ ആ സിനിമ ഇന്ത്യയിൽ പ്രദർശിപ്പിക്കേണ്ട ഇലക്ഷൻ വരെ വേണ്ട ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും വന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനം വളരെ സുപ്രധാനമായ തീരുമാനമാണ്. സുപ്രീം കോടതി പറഞ്ഞതോ റാഫേൽ ഇടപാടിൽ പൂഴ്ത്തിവെച്ച രേഖകൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ, മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ 4ാം തൂണാണ്. അത് തീർച്ചയായിട്ടും പൊതുസമൂഹം അംഗീകരിക്കുന്നതും ചർച്ച ചെയ്യുന്നതുമായ വിഷയം ചർച്ച ചെയ്യണം. എന്ന് വെച്ചാൽ പ്രതിരോധ വകുപ്പ് കൊടുത്തിരുന്ന തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി PMO ഓഫീസ് റാഫേൽ ഉടമ്പടിയിൽ കൈയടക്കി എന്നുള്ള തീരുമാനം ഇവിടെ ചെയ്യണം എന്ന് സുപ്രീം കോടതി നമ്മുടെ വിഷയത്തിലേക്ക് ചുരുങ്ങാം. അതിലൊരു വിശദീകരണം ഉണ്ടെങ്കിൽ ഒരു വാചകത്തിൽ ഇവിടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയോട്, അദ്ദേഹം സീനിയർ ഓഫീസറൊക്കെ ആയിരിക്കും, പക്ഷേ അതൊന്നും കാട്ടി ഭയപ്പെടുത്തണ്ട. സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്നതൊരു ഭരണഘടനാ സ്ഥാപനമല്ല, ആ ധാരണയൊന്നും ആർക്കും വേണ്ട. ചങ്കൂറ്റമുണ്ടെങ്കിൽ കേസെടുക്കൂ എന്ന് പറയുന്നത് ഒരു സ്ഥാനാർത്ഥിക്ക് കൊടുക്കുന്ന വലിയ ആത്മവിശ്വാസം പകരലാണോ? അതാണ് രാജേഷിന്റെ വാദം. അതിനൊരു മറുപടി ഉണ്ടെങ്കിൽ കൊടുത്തോളൂ. അല്ലല്ല, ഇലക്ഷൻ്റെ അല്ല അത് പറഞ്ഞേക്കുന്നത്. ഓഫീസറാണെങ്കിൽ പോലും ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ തീരുമാനിക്കുക എന്നുള്ള ഹുങ്കും അഹങ്കാരമാണ് ശ്രീധരൻപിള്ളയുടെ പ്രസംഗത്തിൽ നിന്ന് പുറത്തു. അദ്ദേഹത്തിൽ നിന്ന് കേട്ടിട്ടില്ലാത്ത ഒരു വാക്കാ ഇന്ന് കേട്ടത്. ഒരിക്കലും ശ്രീധരൻപിള്ളയെ പോലെ ഒരാൾ അങ്ങനെ പറഞ്ഞുകൂടാ. ഉദ്യോഗസ്ഥൻ പരിപാടിക്ക് അദ്ദേഹം നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടലംഘനം നടത്തി, സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ ചട്ടലംഘനം നടത്തി എന്നുകൂടി പറയുന്നു. അതിൽ നിങ്ങളും ദേശാഭിമാനിയും പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്യുന്നുണ്ട്. പാർട്ടി പത്രമായ ദേശാഭിമാനിക്ക് കമ്മീഷൻ പരസ്യം നൽകി. സുപ്രീം കോടതി മാർഗനിർദ്ദേശപ്രകാരമുള്ള പരസ്യം നൽകേണ്ടുന്ന 3 പ്രസിദ്ധീകരണങ്ങളുടെ പേരിൽ ദേശാഭിമാനി വെച്ചു. അത് തന്നെ ചട്ടലംഘനമാണ്, പാർട്ടി പത്രത്തിന് നൽകാൻ കഴിയില്ല, അദ്ദേഹത്തിൻ്റെ വാദമാണ് ഒന്ന്. അതുപോലെ തന്നെ ഈ ഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വിധേയത്വത്തോടുകൂടി പ്രവർത്തിക്കുന്നു ടിക്കാറാം മീണ അല്ലെങ്കിൽ ആ സ്ഥാപനം ഓഫീസർ എന്നാണ് ശ്രീധരൻപിള്ളയുടെ ഗൗരവമുള്ള മറ്റൊരു ആരോപണം. അങ്ങനെ CPM-ഉം സംസ്ഥാന ഭരണവുമായി ബന്ധപ്പെട്ടാണ് ഓഫീസർ പ്രവർത്തിക്കുന്നതെന്നാണ് ശ്രീധരൻപിള്ളയുടെ പ്രശ്നം, പരാതി. ശ്രീധരൻപിള്ള ഒരു വലിയ കോമഡിയല്ലേ? അദ്ദേഹം ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് എടുത്ത് ലിസ്റ്റ് ചെയ്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്തൊക്കെയാണ് അദ്ദേഹത്തിന് തന്നെ ഓർമ്മയുണ്ടാവില്ല. സുവർണാവസരം അദ്ദേഹമാണ് പറഞ്ഞത്. ആദ്യം സ്വാഗതം ചെയ്തത് അദ്ദേഹമാണ്. ശബരിമല ഉന്നയിക്കില്ല തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. എന്താ തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചാൽ എന്ന് ഇപ്പോൾ ചോദിക്കുന്നതും അദ്ദേഹമാണ്. അതുകൊണ്ട് ശ്രീധരൻപിള്ള BJPയിൽ മാത്രമല്ല സംസ്ഥാനത്ത് ആകെ ഒരു കോമഡിയാണ്. എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ ഗൗരവമുള്ള വിഷയം മറ്റതാണ്. നരേന്ദ്രമോദിയാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ആ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശബരിമല വിഷയത്തിൽ മാത്രമല്ല
കഴിഞ്ഞ ദിവസം ബലാക്കോട്ടിനെ കുറിച്ചും പുൽവാമയെക്കുറിച്ചും കന്നി വോട്ടർമാർ ഇത് രണ്ടും ഓർമ്മിച്ച് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ശബരിമല വിഷയം ആവർത്തിച്ച് കേരളത്തിൽ ശബരിമല എന്നുള്ള പേര് പറഞ്ഞില്ല, അപ്പുറത്തും ഇപ്പുറത്തും പോയി. അത് രാജ്യത്തെ നിയമവ്യവസ്ഥ, ആ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് ഇവരുടെ സ്ഥാനാർത്ഥിയൊക്കെ ആയിരിക്കാം കോഴിക്കോട്ട്, ആ സ്ഥാനാർത്ഥി ജയിലിൽ പോയത് റിമാൻഡ് ചെയ്യപ്പെട്ടതും ഇവിടെ ക്രമസമാധാനം ലംഘിച്ചിട്ടാണ്, IPC ലംഘിച്ചിട്ടാണ്. നിയമവ്യവസ്ഥ നിയമ നടപടിയെടുത്ത അതാണ് നമ്മൾ ആദ്യം സംസാരിച്ചത്. പി മനോജ് ആദ്യം തന്നെ സംസാരിച്ചതും ഉത്തരം കിട്ടാത്തതുമായ ഒരു പ്രശ്നം അതാണ്. പ്രധാനമന്ത്രി തന്നെ അങ്ങനെ ഒരു തുടക്കം കുറിച്ചാൽ പിന്നെ ആരാണ് മാറി നിൽക്കുക? മത്സര സ്വഭാവത്തോടുകൂടി നാളെ സ്ഥാനാർത്ഥികൾ ഓരോരുത്തരായി വരുന്നത് കാണാം. അയ്യനു വേണ്ടി ജയിലിൽ പോയി, താങ്കൾ പറയുന്നു ക്രമസമാധാനം തകർത്തുന്നതിന്റെ പേരിലാണ്. പക്ഷേ ഈ നിൽക്കുന്ന വിശ്വാസികളോട്, പ്രതിഷേധിച്ച് നിൽക്കുന്ന വിശ്വാസികളോട് കൊടുക്കുന്നൊരു രാഷ്ട്രീയ മെസ്സേജ് ഇങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ്. ഏതായാലും ഞാൻ മുമ്പ് പറഞ്ഞത് വെറും ഒരു ആരോപണമായി പോകരുത്. താങ്കൾ വളരെ ഉത്തരവാദപ്പെട്ട ആളായതുകൊണ്ട് PS ശ്രീധരൻപിള്ള പറഞ്ഞത് ഒന്ന് കേട്ടു നോക്കൂ, വേഗത്തിൽ വരാം. അത് കഴിഞ്ഞ് ശ്രീ സജീവനിലേക്കും. സുപ്രീം കോടതി വിധി പ്രകാരം എല്ലാവർക്കും ഡയറക്ഷൻ തന്നിരിക്കുന്നു, 3 ചാനലിൽ കൊടുക്കണം. അപ്പം നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെയുള്ള, നിങ്ങളുടെ നല്ല സ്വാധീനമുള്ള ചാനലല്ലേ, ഇവരെങ്ങനെ നിശ്ചയിക്കുക ഇന്ന ചാനലിൽ ഇന്ന പത്രത്തിന് കൊടുക്കണം, ഇപ്പോൾ ദേശാഭിമാനിക്ക് കൊടുക്കണം, എങ്ങനെ കൈരളി ചാനലിന് കൊണ്ട് കൊടുക്കാൻ വേണ്ടി അവർ 3 എണ്ണം പറയുന്നത്? ഇവിടെ ഭരണ സംവിധാനത്തിന് അറിഞ്ഞോ അറിയാതെയോ ആരൊക്കെയോ, ഞാൻ പേരെടുത്ത് വ്യക്തിപരമായിട്ട് പറയുന്നില്ല, ആവുന്നു, അതിൻ്റെ അപകടമാണ്. അദ്ദേഹം അത് ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ശ്രീ മനോജ് പറയുന്നത്, തെരഞ്ഞെടുപ്പ് ഓഫീസർ സംസ്ഥാനത്തിന്റെ ഭരണത്തിന് വിധേയമായി പ്രവർത്തിക്കുന്നു എന്ന് ഇനിയും അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ബദൽ ആരോപണമായിരിക്കും. ദേശാഭിമാനിയുടെ കാര്യമാണെങ്കിൽ ABC റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ 3ാമത്തെ പത്രമാണ്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള 3 പത്രങ്ങളിൽ ഒന്നാണ് ദേശാഭിമാനി. അതുകൊണ്ട് അതിനനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദിയുടെ പരസ്യം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് ഇവരുടെ മാനദണ്ഡപ്രകാരം നരേന്ദ്രമോദി ഞങ്ങൾക്ക് പരസ്യം തരാൻ പാടുണ്ടോ? അതുകൊണ്ട് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിനനുസരിച്ച് കീഴ്വഴക്കങ്ങൾക്കനുസരിച്ചുള്ള പരസ്യം ഞങ്ങൾ സ്വീകരിക്കും. അതിനെതിരായിട്ട് അദ്ദേഹം എന്തെങ്കിലും ചെയ്തെങ്കിൽ, അതായത് നിയമം ലംഘിച്ചെങ്കിൽ അവർ നിയമ നടപടി സ്വീകരിക്കട്ടെ. ഞാൻ പറഞ്ഞത് അതല്ല, ഇത് വേലി തന്നെ വിളവ് നിന്നുകയാണ്, മോന്തായം വളയുകയാണ്. അതായത് ഇവർക്ക് ഒരു തരത്തിലും ഭരണഘടനയോടോ ഭരണഘടനാ സ്ഥാപനങ്ങളോടോ ഒത്തുപോകാൻ കഴിയില്ല. ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ അതുപോലെ ഭരണഘടന ശ്രീധരൻപിള്ള വീണ്ടും അത് സ്വയം തെളിയിക്കുന്നു. അതാണ് അതിലെ പ്രശ്നം. ഒറ്റ വാചകത്തിൽ നമ്മുടെ സമയം അവസാനിക്കുന്നുണ്ട്, മറുപടി ഉണ്ടെങ്കിൽ. ശരത്ത് ഇവിടെ പറഞ്ഞു ശ്രീധരൻപിള്ള കോമഡി അല്ലേ എന്നുള്ള വാക്ക് അദ്ദേഹം ഉദ്ദേശിച്ചു. ഇന്ത്യയിലത് ഏറ്റവും വലിയ കൊമേഡിയൻ സീതാറാം യെച്ചൂരിയാണ്. ഓരോ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് മാറി മാറി മന്ത്രി വോട്ട് പിടിക്കുക, കേരളത്തിൽ എതിർക്കുക, ഡൽഹിയിൽ പോയി കൈപ്പത്തി വോട്ട് ചെയ്യുക. അതിലപ്പുറം ഒരു കൊമേഡിയൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലില്ല. ഇനിയിപ്പോൾ ശ്രീധരൻപിള്ള സാർ പറഞ്ഞ വളരെ വളരെ വ്യക്തമല്ലേ മീണ എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അല്ല ഞാനൊന്ന് പറയട്ടെ, തുറന്ന കൊമേഡിയൻ അതെ, ഞാനൊന്ന് പറയട്ടെ. അതായത് ഈ ടിക്കാറാം മീണ തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് ഉയർന്നതിന് മുമ്പ് തന്നെ എന്തടിസ്ഥാനത്തിലാണ് ശബരിമല എന്നത് പറയാനേ പാടില്ല എന്ന് പറയുന്നത്? ശബരിമല എന്ന് പറയാനേ പാടില്ല എന്ന് പറയാൻ വേണ്ടി ഏത് ഭരണഘടനാ സ്ഥാപനമാണ് അദ്ദേഹത്തിന് അധികാരപ്പെടുത്തിയത്? ദൈവത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കരുത് എന്ന് ഉത്തരവാദപ്പെട്ട സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞതാണ്. അത് മാനിച്ചതുമാണല്ലോ ഒരു ഘട്ടം വരെ നിങ്ങൾ എല്ലാവരും, എല്ലാ പാർട്ടികളും. ഇപ്പോഴാണല്ലോ ഒരു മാറ്റം കണ്ടു തുടങ്ങിയത്. അവിടെ ശ്രീ സജീവൻ, ഇവിടെ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ വെല്ലുവിളിക്കുന്ന ഒരു നിലപാടിലേക്ക് BJP പ്രകടമായി പോവുകയാണോ? ശ്രീധരൻപിള്ളയുടെ വാക്കുകളിൽ അടക്കം പ്രകടമാകുന്നത് അതാണോ? ശ്രീ സജീവൻ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ താങ്കളുടെ അഭിപ്രായം കൂടി ചുരുക്കി. തീർച്ചയായും അങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് കാരണമുണ്ട്. നമ്മൾ നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്, അന്തം വിട്ടവൻ എന്തും ചെയ്യുന്നു. കാരണം തനിക്ക് എന്താണ് ഇനി ചെയ്യാൻ പറ്റും, തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ പലപ്പോഴും അന്ധമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു പോകും. അതാണിപ്പോൾ ഇവിടെ BJP ചെയ്യുന്നതെന്നാണ് ഈ മോദി ഉൾപ്പെടെ ശ്രീധരൻപിള്ള ഉൾപ്പെടെ എല്ലാ ആളുകളും പറയുന്നത്. ഈ എന്ത് പറയാവുന്നതിൻ്റെ പരിധിക്ക് അപ്പുറത്തേക്ക് പോവാണ്. കാരണം കൈവിട്ടു പോയിരിക്കുന്നു കാര്യങ്ങൾ എന്നവർക്ക് തോന്നുന്നു എന്നാണ് ഇതിൽ നിന്ന് ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ ഒരു കാര്യങ്ങൾ നിഷ്പക്ഷമായിട്ട് നോക്കിക്കാണുന്ന ആളെന്ന് എനിക്ക് തോന്നുന്നത്. ശരി, ഏതായാലും ഇന്ന് BJP നേതാക്കളിൽ നിന്ന് പുറത്തു വന്ന പ്രധാനമന്ത്രി മുതൽ ഇങ്ങോട്ട് സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള അടക്കമുള്ളവരുടെ പ്രതികരണങ്ങളിൽ ഉയർന്നു വന്ന നിലപാടുകളിലെ അതിലെ മാറ്റം, ശബരിമല ആ നിലയിൽ BJP ഒരു കൈവിട്ട കളിക്ക് മുതിരുകയാണോ എന്ന ചോദ്യമാണ് ഈ ചർച്ചയുടെ ഭാഗമായി നേതാക്കൾക്കൊപ്പം തന്നെ, അല്ലെങ്കിൽ ഈ ചർച്ചയുടെ ഭാഗമായി മുന്നോട്ട് വെച്ചത്. ഫേസ്ബുക്ക് പോളിലൂടെ 90% ആളുകളും
BJP ആ വിധം ഒരു വലിയ മാറ്റത്തിന് തയ്യാറെടുക്കുന്നു. അവശേഷിക്കുന്ന പ്രചരണ ദിവസങ്ങളിൽ കൈവിട്ട കളിക്ക് BJP തയ്യാറെടുക്കുന്നു എന്ന് 90% ആളുകളും ഫേസ്ബുക്ക് പോളിലൂടെ രാഷ്ട്രീയമായി വിലയിരുത്തുന്നു എന്ന് കരുതാവുന്നതാണ്. അങ്ങനെയല്ല ഇപ്പോഴത്തെ BJPയുടെ സമീപനത്തെ കാണുന്നത് എന്ന് വിശ്വസിക്കുന്നത് 10% ആളുകൾ. ഫേസ്ബുക്ക് പോളിലൂടെയുള്ള പ്രേക്ഷകരുടെ പ്രതികരണത്തിൻ്റെ കണക്കാണ്, തോതാണ് ഇപ്പോൾ കണ്ടത്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുകയാണ്. വി രാജേഷ്, ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, എ സജീവൻ, PM മനോജ് വളരെയധികം നന്ദി ഞങ്ങളുമായി സഹകരിച്ചതിന്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.